സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നടക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ നന്ദനെ തട്ടിക്കൊണ്ടുപോയത് ഇസബെല്ലയല്ല, ഋഷിയല്ല, പക്ഷെ മൂന്നാമതൊരാളാണ് ആ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. അതാരാണെന്നൊക്കെ എസ്തപാൻ വന്ന് തെളിയിക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ദേവിക പോലീസിലൊന്നും വിശ്വാസമില്ലാണ്ട് എസ്തപ്പാനെ ചെന്ന് കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞതും എസ്തപ്പാൻ പറയുന്നുണ്ട്, മോള് സമാധാനമായിട്ട് പോയിക്കോ, അധികം വൈകാതെ തന്നെ നന്ദൻ സാറിനെ ഞാൻ കൊണ്ടുവന്ന് മോളുടെ മുന്നിൽ നിർത്തി തരാമെന്ന്. അങ്ങനെ എസ്തപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് ദേവിക കാറിൽ കയറി പോകുമ്പം ഈ മുരളി ചോദിക്കുന്നുണ്ട്, ദേവിക ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഏതെങ്കിലും സ്പെഷ്യൽ ഓഫീസറെ വെച്ച് നന്ദൻ്റെ കേസ് അന്വേഷിക്കണ്ടേന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല മുരളിയേട്ട. എസ്തപ്പാൻ ചേട്ടനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. എനിക്ക് വിശ്വാസമുണ്ട് എസ്തപ്പാൻ ചേട്ടൻ അധികം വൈകാതെ തന്നെ നന്ദുവിനെ കണ്ടെത്തി തരും. അതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങളും തീരുമെന്ന്. അന്നേരം മുരളി പറയുന്നുണ്ട്, എന്തോ എനിക്കിതൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. എന്തായാലും സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിന്ന സമയത്തല്ലേ നന്ദനെ കാണാതായത്. ഇനിയിപ്പോൾ നന്ദൻ പേടിച്ചിട്ട് പോയതായിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല മുരളിയേട്ട, നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നന്ദു തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാമെന്ന് തീരുമാനിച്ചത്. പിന്നീട് നന്ദു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ നന്ദു ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. അതുകൊണ്ട് നന്ദുമായിട്ട് ഒരിടത്തേക്കും പോയിട്ടൊന്നുമില്ല. നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ട് പോയേക്കണ തന്നെയാണ്. അന്നേരം മുരളി പറയുന്നുണ്ട്, പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് അതിനുള്ള തെളിവൊന്നും കിട്ടിയില്ലല്ലോ ദേവിക എന്ന് പറയുമ്പോൾ അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും ഇത് ചെയ്തയാൾ നിസ്സാരക്കാരനൊന്നുമല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്താൻ അറിയാവുന്ന ആളാണ്. പിന്നീടാണ് ഈ കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഭാർഗവി എന്നും പറഞ്ഞ് പ്രഭാവതി വിളിക്കുന്നത് പോലെ തോന്നിയിട്ട് ഭാർഗവി പറയുന്നുണ്ട്, പ്രഭക്കുഞ്ഞ് വിളിക്കും പോലെ തോന്നുന്നുണ്ടല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും, എന്നാലും നോക്കിയേക്കാമെന്നും പറഞ്ഞ് വന്ന് ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് പ്രഭാവതി അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം ഭാർഗവി പറയുന്നുണ്ട്, പ്രഭക്കുഞ്ഞായിരുന്നോ, പ്രഭക്കുഞ്ഞാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയായിരുന്നു. എന്താ പ്രഭക്കുഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അറിയാലോ ഭാർഗവി, എൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്ദനെ കാണാനില്ല, വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഒരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മുരളിയെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് കരുതി. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, അതിന് മുരളിക്ക് നന്ദനെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അറിയില്ലല്ലോ പ്രഭക്കുഞ്ഞെന്ന് പറയുമ്പോൾ എന്തായാലും മുരളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. ഇനിയിപ്പം നമുക്ക് വിഷമമെങ്കിലും എന്ന് കരുതി മുരളി അതെല്ലാം മറച്ചു വയ്ക്കണയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ഇല്ല പ്രഭക്കുഞ്ഞ, മുരളിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തായാലും പോലീസ് അന്വേഷണമൊക്കെ നടക്കണില്ലേ, ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ആ അരുന്ധതി ആയിരിക്കുമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല ഭാർഗവി, എന്തായാലും കാണാതായിരിക്കുന്നത് ഒരു നിസ്സാരക്കാരനെയല്ല, MLAയുടെ ഭർത്താവിനെ. എന്നിട്ട് ആ രീതിക്കുള്ള അന്വേഷണമൊന്നും നടക്കണില്ല, ഇതിൻ്റെ പിന്നിൽ ആരാന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അരുന്ധതി അല്ലാതെ വേറെ ആരാ തട്ടിക്കൊണ്ടു പോകണമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ഭാർഗവി, മുരളി എവിടെ പോയതാ, മുരളീനോടൊന്ന് വരാൻ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, മുരളി ദേവികനെ കൊണ്ട് എവിടെയോ പോയതാ, എന്തായാലും ഞാനൊന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് ഗൗരി ഫോൺ എടുത്ത് വിളിക്കാൻ പോണ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടാന്ന്. അങ്ങനെ ഈ ഗൗരി ആണെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കുമ്പം മുരളി ഫോൺ എടുക്കണില്ല. പിന്നീട് ദേവികയ്ക്ക് വിളിക്കുമ്പം ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ഗൗരി എന്ന് ചോദിച്ചതും മുരളിയേട്ടനെ കുറേ പ്രാവശ്യം വിളിച്ചു, മുരളിയേട്ടൻ ഫോൺ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് മുരളിയേട്ടൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എടുക്കാതിരുന്നത്. എന്തായിരുന്നു ഗൗരി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രഭയാൻ്റി ഇവിടെ വന്നിട്ടുണ്ട്. അമ്മ എന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടനെ കണ്ട് നന്ദൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ മുരളിയേട്ടനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ദേവിക പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുക, എന്നെ വീട്ടിലാക്കിയിട്ട് മുരളിയേട്ടനെ അങ്ങോട്ട് വരുമെന്ന്. പിന്നീട് ഫോൺ കട്ട് ചെയ്തതും മുരളിയോട് ദേവിക പറയുന്നുണ്ട്, അവിടെ അമ്മ വന്നിട്ടുണ്ട്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, ആരുടെ അമ്മ, ദേവികയുടെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പം അല്ല നന്ദുവിൻ്റെ അമ്മയാണ്. പ്രഭയാൻ്റി വന്നിട്ടുണ്ടോ, പ്രഭയാൻ്റി എന്തിനിപ്പോൾ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ടനോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നേക്കണേ, എന്തായാലും അമ്മയെ വിഷമിപ്പിക്കാനൊന്നും നിൽക്കണ്ട, സമാധാനത്തിൽ പറഞ്ഞു അയച്ചേരേന്ന്. അങ്ങനെ മുരളി ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ദേവിക എന്ന് പറയുമ്പം പോണം മുരളിയേട്ട, അമ്മ ആകെ സങ്കടത്തിലാണ് ഇപ്പോൾ നിൽക്കണേ, അമ്മയെ സമാധാനിപ്പിക്കാൻ മുരളിയേട്ടനെ പറ്റുള്ളൂ, എന്തായാലും എന്നെ വീട്ടിലിറക്കി വിട്ടിട്ട് മുരളിയേട്ടൻ ഇപ്പോൾ തന്നെ പോയിക്കോന്ന്. അങ്ങനെ മുരളി ദേവികയുടെ വീട്ടിലിറക്കി വിടാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീടാണ്. അരുന്ധതിയുടെ വീട്ടിലേക്ക് CP വരാണ്. CP വന്നതും മേഡം ഋഷിമോൻ എന്തേ, ഋഷിമോൻ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുമ്പോൾ എന്താ CP എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം മേഡം, ഞാനിപ്പോൾ ഋഷിമോനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് CP ഋഷിയുടെ റൂമിലോട്ട് പോകാനായിട്ട് നിൽക്കുമ്പം ഋഷി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ താഴെ വന്നതും ഋഷി ചോദിക്കുന്നുണ്ട്, നന്ദനെ കണ്ടോ CP അങ്കിളെന്ന് ചോദിക്കുമ്പം അത് ഋഷി ഒരു പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നമെങ്കിൽ
അത് വേറൊന്നുമല്ല, നന്ദൻ നമ്മുടെ കസ്റ്റഡിയിലില്ലാന്ന്. അത് കേട്ടതും ഋഷിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. താനെന്താ എന്നെ ചതിക്കുവാണോ? താനല്ലേ പറഞ്ഞത് നന്ദനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന്. ഇല്ല ഋഷി, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ആളുകൾ നന്ദനെ തട്ടിക്കൊണ്ടുവരാൻ ചെന്നപ്പോഴേക്കും നന്ദനെ ആരോ കടത്തിക്കൊണ്ട് പോയായിരുന്നു. നന്ദൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. ആ സമയത്ത് അരുന്ധതി ഇത് കേട്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, CP ഇത് എന്തൊക്കെയാണ് പറയണേ? അപ്പം നിങ്ങളല്ലേ പറഞ്ഞാൽ നന്ദനെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചേക്കുവാന്ന്. അങ്ങനെ ഞാനും കരുതിയിരുന്ന മേഡം. പക്ഷെ ഞാൻ ഇന്ന് കാണാൻ ചെന്നപ്പോഴേ മനസ്സിലായ നന്ദനെ അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നന്ദന എവിടെ പോയി? നന്ദനെ കാണാനില്ല എന്നാലോ പറയണേന്ന് പറയുമ്പം ഈ CP പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്ത. ഇനി ഇസബെല്ല എങ്ങാനും തട്ടിക്കൊണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇസബെല്ലയും ആളുകളെ വിട്ടിരുന്നു നന്ദനെ കടത്തിക്കൊണ്ട് പോവാം. പക്ഷെ അവർക്കും നന്ദനെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇസബെല്ല എന്നെ വിളിച്ചിരുന്നു, ഞാനാണോ കടത്തിക്കൊണ്ട് പോയെന്നും ചോദിച്ച്. അപ്പോൾ ഇനി ഇത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞതാ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന്. അതെങ്ങനെയാ? അപ്പം കേൾക്കില്ല. ഇനി ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകാൻ പോണേ. അവരാണെങ്കിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ്. അവരെങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ഋഷിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ എല്ലാ പ്ലാനും നിങ്ങൾ പൊളിച്ചില്ലേ? ഇയാളപ്പം എന്നോട് നുണ പറഞ്ഞല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഈ CPനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പം CP പറയുന്നുണ്ട്, വേണ്ട ഋഷിമോനെ വിടുന്നു പറയുമ്പോൾ ഈ അരുന്ധതി ചെന്നിട്ട്, നീ എന്താടാ കാണിക്കുന്നത്? മര്യാദക്ക് CPനെ വിടാന്നും പറഞ്ഞുകൊണ്ട് ഈ ഋഷീനെ ബലമായിട്ട് തന്നെ അരുന്ധതി പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളി വീട്ടിലോട്ട് വരാണ്. ആ സമയത്ത് പ്രഭാവതി മുരളിയോട് ചോദിക്കുന്നുണ്ട്, മുരളി നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി, ഒരു വിവരവും ഇല്ല. നീ ദേവികയോട് കാര്യങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ദേവികയോട് ചോദിച്ചു, ദേവിക എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ആൻറ്റി. അല്ല, നീ അറിയാതെ നന്ദനൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, അത് പണ്ടത്തെ നന്ദന്, ഇപ്പോഴത്തെ നന്ദൻ വേറൊരാളാണ്. എന്തായാലും നന്ദനിപ്പോൾ എന്നോട് മിണ്ടൽ പോലും കുറവായിരുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് മിണ്ടുമെന്നല്ലാതെ എന്നോട് വലിയ സൗഹൃദമൊന്നും കാണിക്കാറില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതും അവനക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇസബെല്ലയും കെവിനും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നെ അവൻ വലിയ വിലയൊന്നും കൽപ്പിച്ചിട്ടില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, മുരളി അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ മോൻ പാവ, അവൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളുകളായിട്ടുണ്ടായ സംഭവങ്ങൾ കൊണ്ട് അവൻ നിന്നോടൊക്കെ അകലം കാണിച്ചതെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അല്ലെങ്കിലും കെവിനും ഇസബെല്ലയായി ചേർന്ന് ബിസിനസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം അവനക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രം. നന്ദൻ നിന്നെ സ്വന്തം കൂടപ്പുറപ്പായിട്ടാണ് കണ്ടേക്കണേന്ന് പറയുമ്പം ഈ മുരളി പറയുന്നുണ്ട്, ഞാൻ അവനെ എന്നും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവനക്കൊരു ആപത്ത് സംഭവിക്കണമെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും നന്ദനെ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, പോലീസ് അന്വേഷണമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു ചൂടൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം മുരളി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ഇങ്ങനെ ആർക്കോ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങോട്ട് വന്നതും ശാരിക വേഗം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രാധിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആർക്കാ വിളിച്ചേ? മോൾക്കാണോ? ദേവി വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, ഞാൻ ചേച്ചിക്കല്ല വിളിച്ചേ, എൻ്റെ ഒരു ഫ്രണ്ടിനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ, നിനക്ക് ഏത് നേരവും കൂട്ടുകാരെ വിളിക്കാനല്ലേ നേരമുള്ളൂ? ദേവിമോൾ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചു നോക്കിയില്ലേന്ന് ചോദിക്കുമ്പോൾ, ചേച്ചിക്ക് ഞാൻ വിളിച്ചായിരുന്നു, ചേച്ചി ഇപ്പം തന്നെ എത്തുമെന്ന് പറയണു. ആ സമയത്ത് ദേവികയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും ശാരിക പറയുന്നുണ്ട്, ചേച്ചി വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ രാധികയും ശാരികയും കൂടി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം ദേവികയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ദേവിക കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടൻ ഇപ്പോൾ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അമ്മയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടുതരേന്ന്. ശരി ദേവിക എന്നും പറഞ്ഞ് മുരളി കാറെടുത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് ശാരിക അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പോയ കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ചോദിക്കുമ്പോൾ, പോയ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയണു. അത് കഴിഞ്ഞ് ശാരിക ചോദിക്കുന്നുണ്ട്, നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇതുവരെ ഒരു വിവരവും ഇല്ല ശാരി. പോലീസ് വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, പോലീസ് അവിടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ നന്ദുവിനെ ആരും തട്ടിക്കൊണ്ട് പോയതായിട്ട് പോലീസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നന്ദേട്ടൻ പേടിച്ചിട്ട് സ്വമേധയെ അങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമോ ചേച്ചി? നന്ദേട്ടൻ്റെ സ്വഭാവം വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല ശാരി, അങ്ങനെ പോകാൻ സാധ്യതയില്ല. പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് തീരുമാനിച്ചത് തന്നെ നന്ദു അല്ലേ, പിന്നെ എന്തിനാ ഒളിച്ചോടണേന്ന് ചോദിക്കുമ്പം, എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിൻ്റെ പേരിൽ ഇപ്പോൾ ആകെ സങ്കടപ്പെടുന്നത് ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ശാരിക പറയണ നേരത്ത് രാധിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ശാരി പറയണേ? ഒന്നുമില്ലെങ്കിലും നന്ദന അവളുടെ ഭർത്താവല്ലേ, അപ്പോൾ പിന്നെ അവൾക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്ത് വീടാണ്. ചന്ദ്രോത്ത് വീട്ടിൽ എല്ലാവരും കൂടിയിട്ടുണ്ട്. അങ്ങോട്ട് ഗിരീശം വരുന്നുണ്ട്. ഗിരീശം വന്നതും ഗിരീഷിനോട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഗിരി, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്? ആ സമയത്ത് ഗിരീശൻ പറയുന്നുണ്ട്, ഇല്ല മാഡം, ഒന്നും കിട്ടിയില്ല. ഞാൻ അത് തന്നെ ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. നന്ദനെ കാണാതായിട്ട് ഇത്രയും സമയമായി, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും കാണാതായത് ഒരു MLAയുടെ ഭർത്താവിനെയല്ലേ, അതുകൊണ്ട് അന്വേഷണം അത്രയ്ക്ക് ഊർജിതമാവേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം
പ്രഭാവതി പറയുന്നുണ്ട്, അതാ ഞാനും ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും ഇവരോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇവരതൊന്നും ഗവനിക്കണില്ല. ഇവർക്കെല്ലാം നിസ്സാരമായിട്ട് എനിക്ക് തോന്നണേന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഞങ്ങൾക്ക് എങ്ങനെ ഇത് നിസ്സാരമാവും? ഞങ്ങളും നന്ദനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിൽ തന്നെ, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല എന്ന് പറയുമ്പം ഗിരീഷൻ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഹരിസാറ്, ഈ നന്ദനെ കാണാതായിട്ട് നിങ്ങളുടെ അന്വേഷണത്തിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ സംശയം മാത്രമാണോന്ന് എനിക്ക് അറിയില്ല എന്ന്. ഈ സമയമൊക്കെ നമ്മളുടെ ഹരിസാറാണെങ്കിൽ ഒന്നും മിണ്ടാതെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയം ഗിരീഷിനാണെങ്കിൽ ആകെ സംശയത്തിൽ ഇങ്ങനെ ദേവികേനെയും പ്രഭാവതിനെയും എല്ലാവരെയും നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ നന്ദനെ കാണാതായതിന് പിന്നിൽ ഹരിസാറ് തന്നെയാണെന്നാണ് തോന്നണേ. ഈ നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെങ്കിലോ എന്ന് കരുതി ഹരിസാറ് തന്നെ നന്ദനെ അവിടെ നിന്ന് മാറ്റിയതായിരിക്കും. ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തായാലും എസ്തപ്പാൻ വന്നു കഴിയുമ്പോൾ നന്ദനെ ഉറപ്പായിട്ടും കണ്ടെത്തുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.